ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയ ആണിത്. അപ്പോൾ ഈ ഡൈനിങ് ഏരിയയെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഐറ്റം ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിളാണ്. തേക്ക് വുഡ് വിത്ത് ഗ്ലാസ് ടോപ്പ് കോമ്പിനേഷൻ ചെയ്ത ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിൾ. ഈ ഡൈനിങ് ടേബിളോട് ചേർന്ന് തന്നെ ഒരു ക്രോക്കറി യൂണിറ്റ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് വാളിൽ നമ്മളൊരു റിസസ്ഡ് ആയിട്ടുള്ളൊരു ഏരിയ ഉണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ചേർന്ന് ഫ്ലഷ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ക്രോക്കറി യൂണിറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൽ അത്യാവശ്യം സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ടിൻഡഡ് ഗ്ലാസിൻ്റെ ഡോറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു പ്രൊഫൈൽ ലൈറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ക്രോക്കറി യൂണിറ്റ്. ദെൻ ഈ ഡൈനിങ് ടേബിളിൻ്റെ മേലെയായിട്ട് നമ്മൾ സീലിങ്ങിൽ ഒരു വുഡൻ തീമിൽ ലൂവർ പാനലിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു വുഡൻ തീം സീലിംഗ് കിട്ടാനായിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ഹാങ്ങിങ് ലൈറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഈ സൈഡിലായിട്ടാണ് നമ്മുടെ കോമൺ വാഷ് ഏരിയ വരുന്നത്. അത്യാവശ്യം സ്റ്റോറേജൊക്കെ ഉള്ളൊരു 3 ഡോർ വാഷ് കൗണ്ടറാണിത്. 3 ഡോർ ഫോട്ടോ യൂണിറ്റും അതേപോലെ തന്നെ നമ്മൾ കുറച്ച് ഓപ്പൺ ഷെൽഫുകളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ സ്റ്റെയറാണ്. സ്റ്റെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെയർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു തേക്ക് വുഡ് വിത്ത് ഗ്ലാസ് കോമ്പിനേഷനിൽ വരുന്ന ഹാൻഡ് റെയിലാണ്. ഈ സ്റ്റെയറിന് താഴെയായിട്ട് നമ്മൾ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. കബോർഡ്സ്, അത്യാവശ്യം ഐറ്റംസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ദെൻ അത് കഴിഞ്ഞാൽ അതിനോട് ചേർന്ന് നമ്മളൊരു സീറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇതിലും ബോട്ടം കുറച്ച് സ്റ്റോറേജും അതിൻ്റെ കൂടെ തന്നെ ഒരു കുഷ്യനും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്.